ഒരു ബ്രില്യൻ സ്റ്റുഡൻറ്റ് തന്നെ നമ്മുടെ കൂടെ നിൽപ്പുണ്ട്. ആക്ച്വലി സ്റ്റുഡൻറ്റ് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല, ആൾ വിക്ടോറിയസ് ആയിട്ട് ഇവിടെ മുന്നിൽ നിൽക്കുകയാണ്. കീമിൽ 350ാമത്തെ റാങ്ക് കരസ്ഥമാക്കിയ ആളാണ് നമ്മുടെ ജോബൽ. നമുക്ക് ജോബലിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ജോബൽ, ആദ്യമായിട്ട് ബ്രില്യൻറ്റിലേക്ക് വന്നപ്പോഴും അതുപോലെ തന്നെ ഇപ്പം ഇവിടെ നിൽക്കുമ്പോഴും എന്ത് ഫീലിങ്സ് ആണ് തോന്നിയത്, ആ ഒരു ഡിഫറൻസ്? ആദ്യമേ നമ്മൾ 10 കഴിഞ്ഞിട്ടാണല്ലോ ഈ ബ്രില്യൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ലോങ് ടേം ബാച്ച് ആയിരുന്നു. അപ്പോൾ അതിന്റെ സീരിയസ്നെസ് നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നെ പഠിച്ച് വന്ന് പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ഒരു സംഭവം എങ്ങനെയാന്ന് ഒരു ഐഡിയ കിട്ടുന്നത്. ഒരു ഓണ സമയമൊക്കെ ഇപ്പം +1 പിന്നെ അപ്പോൾ പിന്നെ ഭയങ്കര ടെൻഷനായി, സ്ട്രെസ്സായി. പിന്നെ കുറെ പഠിക്കാണ്ടല്ലോ, ചുമ്മാ കുറച്ച് പഠിച്ചാൽ പോരല്ലോ. പിന്നെ പഠിച്ച് അവസാനം പരീക്ഷ കഴിയുമ്പോൾ സമാധാനമായി, സ്ട്രെസ് ഫ്രീ. ഈ സ്ട്രെസ് വന്നപ്പോ ഇവിടുന്ന് ആരെങ്കിലും മോട്ടിവേഷൻ തരാനോ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തിരുന്നോ? ക്ലാസ് ടീച്ചർമാര്, പഠിപ്പിക്കുന്ന സാറന്മാര്, ഹോസ്റ്റലിലെ വാർഡന്മാര് എല്ലാവരും തന്നെ ഭയങ്കര മോട്ടിവേഷൻ തന്നെയായിരുന്നു. ഓ, അടിപൊളി. പിന്നെ കൂടെ പഠിക്കുന്നവര് കുത്തിരുന്ന് പഠിക്കുന്ന കാണുമ്പോ നമ്മൾ വിചാരിക്കും നമുക്കും പഠിക്കണം. അന്ന് വിചാരിച്ചിരുന്നു ഇന്നിങ്ങനെ ഒരു വിക്ടറി ഡേക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റും? വേറെ ജെഇയുടെ റാങ്ക് എങ്ങനെയായിരുന്നു? ജെഇ മെയിൻസിന് എനിക്ക് 15,244, അഡ്വാൻസിന് 13,908. ഓ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. അന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ എക്സാം കഴിഞ്ഞപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും റാങ്ക് കിട്ടും എന്നുള്ളത്? ഈ ഒരു റേഞ്ച് വരുമെന്ന് അറിയാം. ഓ, ജോബലിന്റെ വീട് എവിടെയാ? ആലപ്പുഴയിൽ നിന്ന് ഈ പാലാ ബ്രില്യന്റ് ചൂസ് ചെയ്യാനുള്ള കാരണം? ഞാൻ 7ാം ക്ലാസ് തൊട്ട് മാന്നാനത്തായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. അപ്പോൾ അവിടെ അറിയാലോ എല്ലാവരും +1 കഴിഞ്ഞ, പക്ഷെ 10 കഴിഞ്ഞ എല്ലാവരും +1 എൻട്രൻസ് തന്നെയായിരുന്നു. ഈ റാങ്കുകൾ നോക്കുവാണെങ്കിൽ ടോപ്പിൽ കുറെ മാന്നാനംകാരെ കാണാം. അപ്പൊ അങ്ങനെ അവിടെ തന്നെ നിന്ന് പഠിച്ചുകൊണ്ട് അവിടെ ആ അറ്റ്മോസ്ഫിയർ നമുക്ക് ബ്രില്യന്റ് തന്നെ ചൂസ് ചെയ്യാൻ. ഇപ്പൊ അഡ്മിഷൻ റെഡി ആയോ? എവിടെയാണ് അഡ്മിഷൻ? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതായിരുന്നു ഡ്രീം? ഓക്കെ. ഇനി എന്തെങ്കിലും വലിയ അംബീഷൻസ് ഒക്കെ ഉണ്ടോ? ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആവണം, അങ്ങനെ അംബീഷൻസ്? ഓക്കെ. നമുക്കിവിടെ ഇ ലേണിംഗ് ആപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ യൂസ്ഫുൾ ആയിരുന്നോ? ഇത് ഇവര് +1 ഇവരുടെ തന്നെ ഒരു ടാബ് തന്നായിരുന്നു, അതിൽ ഈ സോഫ്റ്റ്വെയറുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആപ്പുകളൊക്കെ ഉപയോഗിച്ച് ഓൺലൈനിലാണെങ്കിലും നമുക്ക് ക്ലാസ്സിൽ മനസ്സിലായില്ല, ഓൺലൈനിൽ ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കിട്ടും. അവരുടെ തന്നെ അതിനകത്ത് തന്നെ പരീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടമുള്ള പോലെ അറ്റൻഡ് ചെയ്യാം. പ്രീവിയസ് ഇയർ ആണെങ്കിലും അതിനകത്ത് മോഡൽ പരീക്ഷകളോ അതിലൊക്കെ എഴുതായിരുന്നു. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ ലോങ് ടേം ആയിരുന്നു എന്നല്ലോ പറഞ്ഞത്. അപ്പൊ ചിലരൊക്കെ പറയാറുണ്ട് ഇതിന്റെ ഒപ്പം തന്നെ എൻട്രൻസും കൂടെ പഠിക്കുമ്പോൾ സ്കൂളിലെ നോക്കാൻ പറ്റില്ല, രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല, ഫുള്ള് കയ്യിൽ നിന്ന് പോകുമെന്നൊക്കെ പറയാറുണ്ട്. ജോബലിന് എന്താ പറയാനുള്ളത്? ഇവിടെ ചേർന്നത് കൊണ്ട് സ്കൂളിൽ ബാലൻസ് ചെയ്യാതെ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. പതുക്കെ അതായത് നമ്മൾ ഈ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇവര് ഭയങ്കര ഡീപ്പായിട്ട് എടുക്കും. അത്രയൊന്നും നമുക്ക് സ്കൂളിലേക്ക് ആവശ്യമില്ല. അപ്പോൾ അത് പക്കയായിരുന്നു. ബാക്കിയുള്ള പഠിച്ചാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം അത്ര ഓവറായിട്ട് നമുക്ക് ആവശ്യമില്ലെങ്കിലും നമ്മൾ അത്രയും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ടീച്ചർമാർ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും നമുക്ക് അത് കടന്ന് ചിന്തിക്കാനൊക്കെ. തീർച്ചയായിട്ടും. ഓ, വെരി ഗുഡ്. ഇവിടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ നേരത്തെ കസിൻസ് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആരും പഠിച്ചിട്ടില്ല. അപ്പൊ സ്വന്തമായിട്ട് ഇത് ബ്രില്യന്റിനെ പറ്റി അറിഞ്ഞ് ഇവിടെ ചൂസ് ചെയ്ത് തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പം ജോബൽ, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അംബിഷനിലേക്കാൾ ഉയരെ പറക്കാൻ പറ്റരുത് എന്ന് ആശംസിക്കുന്നു. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.